ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് എന്താണ് എൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇന്നലെ എത്തിയെന്ന് പറയാം. തിരുവോണത്തിന് വിരുന്ന് വന്നതാണ്. എല്ലാവരും ഓണത്തിന് വിരുന്നൊക്കെ പോയല്ലോ അല്ലേ. ഇതെൻ്റെ വീടാട്ടോ. എൻ്റെ വീടൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ. ഇന്നത്തെ കുറച്ച് കാര്യങ്ങൾ, മുഴുവനായിട്ടൊന്നുമില്ല, കുറച്ച് കാര്യങ്ങൾ കാണിക്കാൻ വിചാരിച്ചിട്ട്, വീടും പരിസരമൊക്കെ ഒന്ന് കാണിക്കാൻ വിചാരിച്ചിട്ട്. നിങ്ങളെന്ന് കാണിക്കണമല്ലോ. എൻ്റെ അച്ഛനും അമ്മയാണ് കേട്ടോ. ആ പൂക്കളിട്ടത് ഇന്ന് ഇട്ടതല്ല കേട്ടോ, അത് ഇന്നലെ ഇട്ടിട്ടുള്ള പൂക്കളാണ്. പൂക്കളെന്താണ് വാടിയിട്ടൊന്നുമില്ല, കാണാൻ നല്ല ഭംഗിയുണ്ട് പറഞ്ഞിട്ട്, വലിച്ചെറിയാൻ തോന്നില്ല പറഞ്ഞിട്ട് വെച്ചതാണ്. ഞങ്ങൾ ഇന്നലെ തിരുവോണത്തോട് കൂടിയിട്ട് എന്താണ് പൂക്കളിടൽ നിർത്തിയിരുന്നു കേട്ടോ. ഇനി ഇടില്ല. ഇനി ഇട്ട എന്തോ 16 എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ. അങ്ങനെ എന്തോ എത്ര ദിവസം വരെ ഇടണം എന്നെന്തോ ഉണ്ട് തോന്നുന്നു. ഞങ്ങൾ തിരുവോണത്തോട് കൂടിയിട്ട് എല്ലാ പ്രാവശ്യം പൂക്കളിടൽ നിർത്തും. എല്ലാവർക്കും എന്താണ് ഓണക്കോടിയൊക്കെ കിട്ടിയിട്ടുണ്ടാവും അല്ലേ. അതിൻ്റെ കൂടെ ഞാനൊരു കാര്യം കൂടിയും പറയാം. ഓണക്കോടി കിട്ടിയവരും കിട്ടാത്തവരും എന്താണ് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും മറക്കണ്ട കേട്ടോ. ലൈക്ക് ചെയ്തങ്ങൾക്ക് അടുത്ത പ്രാവശ്യം കുറേ ഓണക്കോടി കിട്ടട്ടെ, സബ്സ്ക്രൈബ് ചെയ്ത് അതിലേറെ കിട്ടട്ടെ, ഷെയർ ചെയ്ത് അതിലേറെ കിട്ടട്ടെ കേട്ടോ. എല്ലാവരും എന്താണ് സപ്പോർട്ട് ചെയ്യാം. ഇതെന്താണ് ഇവിടെ നിന്ന് എടുത്ത ഓണക്കോടി കേട്ടോ. ഇതിൻ്റെ ഇതന്നെ സൈസിൽ മാത്രം വ്യത്യാസം വരുന്നതാണ് പൊന്നൂസിന് കൊടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ എന്താ പറയുക, രണ്ടാളും അടി കൂടും പറഞ്ഞിട്ടാ. അവൻ്റെ ഡ്രസ്സ് അവളുടെ അതന്നെ, ട്രൗസറും അതെ ഷർട്ടും അതെ സെയിമാണ്, സൈസിൽ മാത്രം വ്യത്യാസം ഉണ്ടെന്നുള്ളൂ. അങ്ങനെ എടുത്തിരിക്കുക. ഇതാകുമ്പോൾ യാതൊരു പ്രശ്നമില്ല. അവൾക്കാണെങ്കിൽ ഉടുപ്പൊന്നും പറ്റൂല. ഉടുപ്പിടുന്നല്ലേ കുട്ടീന്ന്. എത്ര ഒരു ഉടുപ്പിരിക്കുന്നുണ്ടെന്ന് അറിയാം. ഉടുപ്പിടില്ല. നിങ്ങളുടെയൊക്കെ മക്കളും പെൺമക്കളും ഇങ്ങനെ തന്നെയാണോ? ഉടുപ്പിടാണ്ടിരിക്കുന്ന കുട്ടികൾ തന്നെ. ഇവിടെ ഉള്ള ആളങ്ങനെ കേട്ടോ, ഉടുപ്പിടില്ല വെച്ചാൽ. പിന്നെ എൻ്റെ അമ്മ തുണിയോളെ മുറ്റത്തേക്ക് ഇടുക. വെയിൽ കണ്ടാൽ തുണിയോൾ മുറ്റത്തേക്ക് ഇട്ടുകൊണ്ടിരിക്കുക. മഴക്കാറ് ഉണ്ടായിട്ട് പിന്നെ മഴ പെയ്യുമ്പോൾ പിന്നെ എടുത്തിടും, വെയിൽ കാണുമ്പോൾ പിന്നെ ഇടുക. അച്ഛനോടൊരു ഹായ് തരാൻ പറഞ്ഞപ്പോൾ അച്ഛൻ ഹായ് തരികയാണ്. അമ്മയ്ക്ക് തന്നെ പണിയാണ്. വെയിൽ കാണുമ്പോഴേ അഴുക്കോലൊക്കെ പിന്നിക്കൂടിയാണ്, ഉമ്മറത്ത് കൂടി ഒന്നും കെട്ടാത്തോണ്ടേ. കട്ട ചൂടായ എന്താണ് അതും പെട്ടെന്ന് ഉണങ്ങി കിട്ടും പറഞ്ഞിട്ടേ. ചെടികളൊക്കെ ഇഷ്ടപ്പെട്ട എല്ലാവർക്കും. മുറ്റത്ത് മണ്ണില്ലാത്തോണ്ടേ ഒക്കെ ചട്ടിയിൽ വെച്ചിരിക്കുക. ഞാൻ റോട്ടിലേക്ക് ഇറങ്ങിയിട്ട് പ്രഹസനം കാണിക്കുക. ഞാൻ നോക്കുക ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന് നോക്കണ്ടേ. ജസ്റ്റ് ഇങ്ങനെ കാണിക്കുക കേട്ടോ. റോഡൊന്ന് കാണിച്ചതാ. മേലെ പോയ നിരപ്പാട്ടോ. നിരപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുമോ എനിക്കറിയില്ല. അത് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളതൊന്നും എനിക്കില്ല. മഴ പെയ്തു കേട്ടോ. തുണികളൊക്കെ എടുത്തിട്ട് മണ്ടിയിട്ടുണ്ട് ആള്. മഴ പെയ്തു ജസ്റ്റ് അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് മഴക്കാറ് വരലും പെയ്യലും കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെന്താ രാവിലെ എല്ലാവരും കഴിച്ചത്? സുഖമാണല്ലോ അല്ലേ. നിൻ്റെ അനിയനാട്ടോ. അവൻ കാണാതെ വീഡിയോ എടുക്കണേ. വീഡിയോ കണ്ട് എന്തോ ചിരിച്ചുകൊണ്ടിരിക്കുക. ഞാൻ എടുക്കണ കാണും ചെയ്തു. പിന്നെയും കിടക്കണം. വെയിൽ കണ്ടപ്പോൾ പിന്നെ എടുത്തിടുക. ഇതന്നെ പണിച്ച എന്താ കാണിക്കുക. നിങ്ങളെ വീട്ടിലുണ്ടാവില്ല അമ്മമാരിങ്ങനെയൊക്കെ. അച്ഛനും കുട്ടികളും കൂടി എന്തൊക്കെയാണ് മിമിക്രി കാണിക്കണൊക്കെ ഉണ്ട്. അച്ഛൻ അവരെ കോപ്പറേറ്റ് തരത്തിനൊക്കെ നിൽക്കുകയും അതുകൊണ്ട് അവർക്ക് സുഖം, ചീത്ത അറിയില്ല. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ കുറച്ച് പായസം കുടിച്ചിട്ടോ. ഇന്നുണ്ടാക്കിയതല്ല, ഇന്നലത്തെ പായസം ഫ്രിഡ്ജിലുണ്ടാകുന്നത്. തണുപ്പിൽ കഴിക്കാൻ നല്ല രസമാണ് കേട്ടോ. മാമനും കുട്ടികളും വികൃതി കാണിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ എന്താണ് ഉച്ചയ്ക്ക് കുറച്ച് കഴിക്കാൻ വിചാരിച്ചു. ഇന്നലത്തെ കുറച്ച് വിഭവങ്ങൾ ബാക്കി ഉണ്ടാകുന്നത് തന്നെ നമ്മൾ തട്ടിക്കൂട്ടി അതിൻ്റെ കൂടെ കൂടി കുറച്ചും കൂടി ആക്കി, അത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ എന്താണ് ഓണം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞാലും എന്താണ് സദ്യവട്ടങ്ങൾ ഉണ്ടാവില്ല. അതെല്ലാവരുടെ വീട്ടിലുള്ള സംഭവമല്ലേ. ഫ്രിഡ്ജ് നിറഞ്ഞിരിക്കും അല്ലേ. ഇവിടെ മാത്രമല്ല എല്ലായിടത്തും ഉണ്ടാവും എന്ന് എനിക്കറിയാം. അങ്ങനെ എന്താണ് ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇന്നത്തെ വീഡിയോ എന്താണ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയും നേരം എന്നെ സഹായിച്ച എല്ലാവർക്കും എന്താണ് താങ്ക്സ് പറയാണ്. ലൈക്കും ഷെയറും സബ്സ്ക്രൈബും മറക്കരുത്. ബൈ.